This is such a sad and horrible thing that happened, and it is hurting innocents and many victims. Memes, content, harassment, എന്തൊക്കെയാണ് സൈഡ് പിടിക്കുക, ആരെയാണ് അറ്റാക്ക് ചെയ്യാന്ന് അതിനായിട്ട് വേണ്ടി ഈ സിറ്റുവേഷൻ അഡ്വാൻറ്റേജ് എടുക്കുന്നതാണ് മെജോറിറ്റി. ഇതിൽ ആരും അറ്റാക്ക് ചെയ്തിട്ടില്ല. ജനങ്ങൾ തന്നെ പറയുമെന്ന് പറഞ്ഞ് ക്യാപ്ഷൻ വിട്ട് റീല് വിട്ട് ആ സ്ത്രീ തന്നെയാണ് ഇതെല്ലാം കാരണം. ആ സ്ത്രീ തന്നെ എവിടെയോ നിന്നൊരു മനുഷ്യന്റെ അടുത്തോട്ട് പോയി നിന്നിട്ട് വീഡിയോ എടുത്ത് ഇട്ടതും പോരാ, എന്നിട്ട് ആൾക്കാർ അതെടുത്ത് മെയിഞ്ഞു. അതെല്ലാം പോട്ട് നീ പൂ എന്തിനാ വെച്ചേക്കുന്നത്? നീ പൂക്കി എന്ന് കാണിക്കാനാണ് ഈ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞിട്ടാണോ അറിയാതെ നടിക്കുകയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സെക്ഷൽ അസോൾട്ട് ഇൻ ദ ബസ് ഇസ് നോട്ട് ഓൾവേസ് ക്ലിയർ. എപ്പോഴും സവാദ് മസ്താനി ആ സിറ്റുവേഷൻ പോലെ ആയിരിക്കില്ല. ശരിയാ, സവാദ് മസ്താനി എന്നുള്ള കേസ് കൂട്ടല്ല ഇത് വന്നേക്കുന്നത്. അതിനകത്ത് ആ പെണ്ണ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ പെണ്ണിന് മോശമായിട്ട് അനുഭവം വന്നപ്പോ അപ്പൊ തന്നെ റിയാക്ട് ചെയ്തു. അല്ലാതെ തിരിച്ചുകൊണ്ട് അടുത്തോട്ട് പോയി എന്നെ മുട്ടെന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കുകയല്ലേ ചെയ്തത്. പിന്നെ എല്ലാ സ്ത്രീകളും ഒരേ കൂട്ടല്ല, എല്ലാ സ്ത്രീകൾക്കും റിയാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല പെട്ടെന്ന്. ചിലപ്പോൾ ചിലർ മെന്റലി ഡൗൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരപ്പോ എന്തോ ചെയ്യുന്നത്? ആ ബസ്സിലുള്ള കണ്ടക്ടറിനെ വിളിച്ച് ഈ കാര്യം പറയും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കും. അല്ലാതെ ഇതേപോലെ തന്തയില്ലായ്മ കാണിച്ച് വീഡിയോ എടുത്ത് റീച്ച് ആയി നോക്കുവല്ല ചെയ്യുന്നത്. ഇവർ ഓപ്പർച്യൂണിറ്റീസ് നോക്കും, ഓരോ തട്ടിലും മുട്ടിലും എങ്ങനെ തൊടാം, ഏത് ബോഡി പാർട്ട് തൊടാം. നിങ്ങൾക്ക് ഇതറിയാം, ഇങ്ങനെ തന്നെ ഈ ഇന്റൻഷൻ കൊണ്ട് കുറെ പേര് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ ബസ്സിൽ പോകുന്നവരാണ്. ഈ പ്രെഡിറ്റേഴ്സ് ഉദ്ദേശിച്ചതാണ് ഈ ഇവർ ഈ കൺഫ്യൂഷന്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ കിട്ടാം, എന്തൊക്കെ ഫീൽ ചെയ്യാം, അതാണ് അവർ നോക്കുന്നത്. നിങ്ങൾക്ക് അറിയാം. ശരി, കൺഫ്യൂഷൻ വരാം. അപ്പം അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലേ അപ്ലോഡ് ചെയ്യേണ്ടത്. അല്ല അത് മുട്ടി നിന്നിട്ട് ചിരിച്ചുകൊണ്ട് നിന്നിട്ടുള്ള വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഒന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന കണ്ടക്ടറിനോടോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ കംപ്ലൈന്റ് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. അവർ എന്തുകൊണ്ട് അത് ചെയ്തില്ല? അവരതപ്പം റീൽ ഇട്ടത് അവരുടെ റീച്ചിന് വേണ്ടി തന്നെ ഇട്ടത്, അല്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യണമായിരുന്നു. ഇത്ര റീൽ ഇട്ട് ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നല്ലോ അവരെന്തായാലും. അപ്പൊ അവർക്ക് എന്തെങ്കിലും റിയാക്ട് ചെയ്യാനുള്ളതും പറ്റും. പിന്നെ women can feel it, they can feel the discomfort, maybe it's a misunderstanding, maybe it is real. ശരിയാ, വുമണിന് ഫീൽ ചെയ്യാൻ പറ്റും. അത് എവിടെ കണ്ടത്? ഒരു ക്യാമറ എടുത്തോണ്ട് ഇന്നാ അതിനെ പിടിച്ചോന്ന് പറഞ്ഞ് ഇന്ന് കൊടുത്തതും പോരാ, എന്നിട്ട് ഇവളുടെ കൂട്ടുള്ളവന്മാരെ പിന്നെ ഒന്നും പറയാതെ വെറുതെ വിടണമെന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാം അല്ലെങ്കിൽ റിയൽ ആവാം. മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യും? കാര്യം എന്തുവാന്ന് പോലും അറിയാതെ ഇതേ കൂട്ടം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ ജീവിതം പോയില്ലയോ? ഇതേപോലെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ചെയ്യും? അതിനാരും എന്ത് സമാധാനം പറയും? ഇപ്പൊ ഒരു കാര്യമില്ലാതെ ചുമ്മാ ഒരാളുടെ വീഡിയോ എടുത്തിട്ടേ അങ്ങനെ ആത്മഹത്യ ചെയ്തു. അങ്ങനെ വീട്ടുകാരുടെ കരച്ചിൽ കണ്ടു, ആ അമ്മയുടെ കരച്ചിൽ കണ്ടു. എങ്ങനെ ഗുണം പിടിക്കും ഇവളൊക്കെ? ഇത് കാരണം പെട്ടാൻ പോകുന്നത് വെച്ചാൽ ഈ സെക്ഷൽ പ്രെഡേറ്റേഴ്സ് ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്തു, കൂടുതൽ ചെയ്തോളും, കംഫർട്ടബിൾ ആയിട്ട് ചെയ്തോളും. കാരണം ചെയ്താൽ പറഞ്ഞാൽ മതിയല്ലോ, ഓവർ എല്ലാവരും വേണ്ടി ചെയ്യുകയാണ്. വിക്ടിംസിന് പിന്നെ ഇത് പറയാനുള്ള സ്പേസ് നിങ്ങൾ ഇപ്പൊ കൊളാക്കി കൊടുത്തു. ഇങ്ങനെ ശരിക്കുള്ള സ്ത്രീകളെ പോലും സംശയിക്കുന്ന കാരണമായത് ആരാ? ഞാൻ വേറെ ആരും അല്ലല്ലോ, ഈ സ്ത്രീകൾ തന്നെ അല്ലയോ? ഈ അഫ്സാക്കെ രജിയും പിന്നെ ഈ ഷിംജിത, ഇവർ രണ്ടുപേരും അല്ലയോ ഈ മാസ്കും വെച്ചോണ്ട് പറയണോ ഇതുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്? ഇവരൊക്കെ തന്നെയല്ലേ, വേറെ ആരും അല്ലല്ലോ. It's already hard for victims to prove themselves or to be trusted, and you just made it worse. ഇത് ആക്ച്വലി കോടതി ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളല്ല, നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലാന്ന് വളരെ ക്ലിയർ ആയി. നിങ്ങൾക്ക് മെച്ചൂരിറ്റി ഇല്ല ആസ് എ സൊസൈറ്റി. പ്ലീസ് തിങ്ക് അബൌട്ട് പീപ്പിൾസ് ഫീലിംഗ്സ്, ബി സെൻസിറ്റീവ് പ്ലീസ്. നിന്റെ മെച്യൂരിറ്റി എന്തുവാന്നും എല്ലാം മനസ്സിലായി. നീ ആ ഫിൽറ്റർ ഇട്ട് പൂവും വെച്ചിരുന്ന പോലെ എല്ലാം മനസ്സിലായി. എനിക്കൊന്നേ പറയാനുള്ളൂ, ശരിക്കും അങ്ങനെ മോശപ്പെട്ട അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ തെളിവിന് വേണ്ടി വീഡിയോ എടുത്ത് വെക്കണം, എന്നിട്ട് അത് പോലീസിൽ കൊണ്ട് കാണിക്കണം. അല്ലാതെ ഒരു കാര്യമില്ലാതെ ചുമ്മാ വെറുതെ എടുത്ത് റീൽ എടുത്ത് ഇടുവല്ല ചെയ്യേണ്ടത്. പിന്നെ ഈ ചെയ്തവള് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധി മരിച്ചു പോയത് ഇവൾ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. എപ്പോഴും ഓർമ്മയൊക്കെ ഒരു അമ്മയുടെ കണ്ണീരാ വീണത്, ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല.